അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സന്തോഷത്തോടെ അതാ നമ്മുടെ ബുഷിയുടെ ഉമ്മ അജ്മലിനെ വിളിക്കുന്നു. മോനെ അജ്മൽ. ആ എന്തോ ഉമ്മ? പിന്നെ മോനെ അറിഞ്ഞോ, നാളെ മുതൽ ബുഷി ഡ്യൂട്ടിക്ക് കയറുകയാണ്. ഡ്യൂട്ടിക്കോ? എന്ത് ഡ്യൂട്ടിക്ക്? ഹോസ്പിറ്റലിലേ. അത് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോട്ടെ. ഏതായാലും അവൾ ഫ്രീ ആയി വീട്ടിൽ നിൽക്കല്ലേ, അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജോലിക്ക് പോവുകയും ചെയ്യാം. അല്ല, എന്ത് GNM പഠിച്ച നഴ്സിങ്ങിനോ? ആ, നഴ്സിങ്ങിന് എന്നാ പറഞ്ഞത്. അവൾക്കും തന്നെ പഠിച്ചത് ഏതായാലും ഒരു ജോലി വേണമല്ലോ, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും കഷ്ടപ്പെട്ട് കുറേ പഠിച്ചല്ല, ട്രെയിനിങ്ങും കാര്യങ്ങളും കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് വിവാഹം കഴിഞ്ഞു. അപ്പം പിന്നെ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. പക്ഷേ മോനെ, ക്യാഷും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. പല നഴ്സുമാരും ഒറ്റയ്ക്ക് വെറുതെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടല്ലോ, പൈസ ഒന്നും കിട്ടൂലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ലാന്ന്, ക്യാഷൊക്കെ കിട്ടുന്നേ. എന്നാൽ അജ്മലിൻ്റെ മനസ്സിൽ അല്പം ഒരു ആശ്വാസം. ഉമ്മ, അത് ഏതായാലും ഹസ്ബൻഡിൻ്റെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ മോനെ, രണ്ടുപേരും ഒരുമിച്ച് തന്നെയല്ലേ ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് വരികയും ചെയ്യാം. എന്താ? ആ, കുഴപ്പമില്ല. എന്തായാലും അളിയൻ്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഉമ്മ, എനിക്ക് തിരിച്ചു പോകാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ ഉമ്മ ഒറ്റക്കാവും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ഉമ്മ, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഗൾഫിലേക്ക് പോയാലോ? പൊന്നു മോനെ, ഈ എന്താടീ പറയണത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഗൾഫൊക്കെ പോകണമൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ നിൽക്കുമ്പോഴേ അതൊരു തന്നെ. ഞാനിവിടെ അങ്ങ് നിന്നോണ്ട്. ഉമ്മ, ബുഷിയില്ല സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയാണോ? മോനെ, അത് കുഴപ്പമൊന്നുമില്ല. എത്ര അങ്ങനെയാണെങ്കിൽ മക്കളും ഭർത്താവും ഒന്നും ഇല്ലാത്ത എത്ര ആൾക്കാരങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണം. അതൊന്നും വിഷയമല്ല മോനെ. ഉമ്മാൻ്റെ കുട്ടികൾ പോയിക്കോളി. ഏതായാലും മോൾ ഇവിടെ നിന്നല്ലോ ഇത്രയും ദിവസം. അവർ അവിടുത്തെ ആ അറബ് മണ്ണിൽ ജീവിച്ചവരല്ലേ, അവർക്ക് ഇവിടെയൊക്കെ കാലാവസ്ഥയൊക്കെ അതൊന്നും കുഴപ്പമില്ല. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ട് പോകാഞ്ഞാലും അതുകൊണ്ടാണ്. പൊന്നു മോനെ, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കേ. ഏതായാലും ബുഷി ഹസ്ബൻഡും അവിടെയും ജീവിക്കട്ടെ, നീ ഓളും അവിടെ ഗൾഫിലും ജീവിക്കേ. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. എനിക്ക് നിങ്ങൾ രണ്ടാളും സമാധാനത്തിൽ കഴിഞ്ഞാൽ മതി. അത് മാത്രമുള്ള അല്ല, എനിക്ക് ഒരു പേടിയില്ല മോനെ. നീയും അവളും ഹംദയും നല്ല രീതിയിൽ കഴിയണം, അതുപോലെ ബുഷി ഹസ്ബൻഡും നല്ല രീതിയിൽ കഴിയണം. എന്നാൽ തന്നെ റാഹത്തല്ലേ എനിക്ക് ആലോചിക്കുമ്പോൾ. പിന്നെ ഇടക്കും തലക്കും വിളിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ എന്ന് വെച്ചാൽ എന്താ മോനെ പേടിക്കാൻ? ഈ ഓത്തും പാട്ടൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞമ്മക്കിപ്പോൾ നേരമുണ്ട് വേറെ വല്ലതും ചിന്തിക്കാനൊക്കെ? ഉമ്മ, സത്യം പറഞ്ഞാൽ അവനക്ക് വിഷമായിരുന്നു ഉമ്മയെ കൊണ്ടുപോകാതെ പോവുക പറഞ്ഞാൽ. എന്നാൽ എൻ്റെ കുട്ടിക്കൊരു ജോലി കിട്ടിയല്ലോ, അതന്നെ വലിയത്. മറ്റേത് ഓൻ അങ്ങോട്ട് പോകും, ചിലപ്പോൾ രാത്രി ഉണ്ടാവില്ല, പകലുണ്ടാവില്ല. ഇത് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്യാലോ, അതും വലിയ സന്തോഷം തന്നെയല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുഷിയുടെ വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. അതെ, ഏതായാലും ഭർത്താവിൻ്റെ കൂടെ ജോലി അവൾക്കും പെട്ടെന്ന് കിട്ടി. ഏതായാലും ഡോക്ടറായത് നന്നായി അല്ലേ. അങ്ങനെ അവർ സന്തോഷത്തോടെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ബുഷിയും ഹസ്ബൻഡും അന്ന് രാത്രി റൂമിൽ കിടക്കുകയാണ്. ബുഷി അയാളുടെ തൊട്ടടുത്തതായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അയാൾ ചോദിച്ചു, ബുഷി എന്തേക്ക? അത് നിനക്ക് നാളെ സിനാൻ സാറ് പറഞ്ഞ പോലെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? എന്ത് ബുദ്ധിമുട്ട്? ഇവിടെ വെറുതെ ഇരിക്കല്ലേ എന്തായാലും. അപ്പോൾ അവിടെയെങ്കിലും ജോലിക്ക് പോകാമല്ലോ, ഒരു കുഴപ്പമില്ല. എനിക്ക് നിന്നെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ വല്ലാതെ വിഷമമുണ്ട്. എനിക്ക് നീ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ഒരു ടെൻഷനുണ്ട്. എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഞാൻ പഠിച്ചതൊക്കെ. ഏതായാലും ഞാൻ പഠിച്ച രീതിയിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു നല്ലൊരു ജോലി എന്നുള്ളത്. എന്നാൽ എൻ്റെ ഇക്കയുടെ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടുമല്ലോ. ആ, ആയിക്കോട്ടെ. അങ്ങനെയതാ അന്ന് അവർ കിടന്നുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റു. ബുഷി ഇക്കയെ വിളിച്ചു. ഇക്ക എഴുന്നേറ്റേ, ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമല്ലേ? ഓ, ഇന്നിപ്പോൾ നിനക്ക് ആദ്യമായിട്ടായിരിക്കും, എനിക്കിത് ശീലമായില്ല പെണ്ണെ. എങ്കിലും അദ്ദേഹം എഴുന്നേറ്റു. നമസ്കാരമെല്ലാം കഴിഞ്ഞു. ചായ ഉണ്ടാക്കാൻ ബുഷി അടുക്കളയിലേക്ക് പോയി. അവൾ ചായയും കടിയും പെട്ടെന്ന് സെറ്റാക്കി. ഉച്ചയ്ക്കുള്ള ഫുഡും അവൾ സെറ്റാക്കി.
കാരണം ഇന്ന് ഇക്കാക്ക് പകലാൻ ഡ്യൂട്ടി, ചിലപ്പോൾ രാത്രിയായിരിക്കും. എന്തായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നന്നായി, ഒരുമിച്ച് പോവാലോ. എന്നാൽ അടുക്കളയിലേക്ക് ഉമ്മ വന്നു. ഉമ്മാക്ക് ഒത്തിരി സന്തോഷം. മോളെ, ഏതായാലും അവന് നല്ലോണം നീ ശ്രദ്ധിക്കണം കേട്ടോ. അവനെ മോള് പറഞ്ഞങ്ങ് സെറ്റാക്കി എടുക്കണം. അവന് കുറച്ച് ഒരു നാണം കുണുങ്ങിയാണ്. നാണം കുണുങ്ങിയെന്ന് വെച്ചാൽ അവന് പെൺകുട്ടികളെ ഇടയ്ക്കൊന്നും ആദ്യമേ പോവില്ല, പെൺകുട്ടികളോട് സംസാരിക്കില്ല, പെൺകുട്ടികളോട് കാണുന്ന തന്നെ അവനക്കൊരു പേടിയാണ്, ഒരു ഭയമാണ്. അവനക്ക് മൊത്തത്തിൽ ഒരു ടെൻഷനാണ് പെൺകുട്ടികളെ കാണുന്നത് തന്നെ. അതുകൊണ്ട് മോൻ്റെ ആ ഒരു പേടി എന്തൊക്കെ മോള് മാറ്റണം കേട്ടോ, മാറ്റിയെടുക്കണം. നല്ല മിടുക്കി മോളാകണം എന്ന് രണ്ടുപേരുന്ന് പൊയ്ക്കോളൂ. ഏതായാലും പിന്നെ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. എടാ മോനെ, ഡോക്ടർ ഉമ്മ വിളിച്ചു. ആ ഉമ്മ. ആ പിന്നുണ്ടല്ലോ, ഉഷിയെ നിൻ്റെ ഡ്യൂട്ടി തന്നെ കയറ്റിയാൽ മതിട്ടോ, അതായത് നിൻ്റെ ഹെൽപ്പറായിട്ട്. ഉമ്മ, ഞാൻ സർജനായിരിക്കും. ഒരുപക്ഷെ അവൾക്ക് സർജൻ അതിൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ഉണ്ടാവില്ല, അത് അവൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അത് സാറുണ്ട്, സിനാൻ സാറ്, അയാളതൊക്കെ നോക്കിക്കോളും, അതൊന്നും വിഷയമല്ല. ഓ എന്തായാലും വേണ്ടിയില്ല, എൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി. പിന്നെ നല്ലോണം മൊഞ്ചുള്ള പെണ്ണാണ്, ആരെങ്കിലുമൊക്കെ കണ്ടാലേ അങ്ങോട്ട് പാട്ടിലാക്കി കൊണ്ടുപോകും. ശരിക്കും ഉമ്മാക്ക് ഭയമായിരുന്നു, കാരണം തൻ്റെ മരുമകളൊരു മൊഞ്ചത്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻക്കാണെങ്കിൽ ഒരു ആണത്തമില്ലാത്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇനിയൊരു പക്ഷേ ശരിക്കും ആ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നി തുടങ്ങി. മോളെ, അവൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ എപ്പോഴും. ആ ഉമ്മ, എന്തോ ഉമ്മയെ പറയുന്നത്? ഞാൻ സർജനാണ്. അവൾ ആ ഫീൽഡ് എടുത്ത് പഠിച്ചിട്ടുണ്ടോ? അതെ, അവൾക്ക് ജനറൽ നഴ്സിംഗ് ആണ്. അവൾക്ക് അതിൻ്റേതായ ജോലി കാര്യങ്ങളൊക്കെ സിനാൻ കൊടുക്കും, സിനാൻ ഡോക്ടർ. മോനെ, ഏത് സിനാനാണെങ്കിലും എന്താണെങ്കിലും ശ്രദ്ധിക്കണം, നല്ലതാണ്. ഉമ്മ, എൻ്റെ കൂട്ടുകാരനാണ് സിനാൻ. ഞങ്ങളെ സൽക്കാരത്തിനൊക്കെ വിളിച്ച് നല്ല രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് സിനാനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവൾക്ക് പഠിപ്പിച്ച് കൊടുക്കാനുള്ളതും പഠിപ്പിച്ച് കൊടുത്തോളും. അല്ല എങ്കിൽ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത്. എന്നാൽ ഉമ്മക്ക് ഭയം തോന്നി. അതെ, സിനാൻ ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കാണാൻ മൊഞ്ചനൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ ഒരു മൊഞ്ചത്തി പെണ്ണെന്ന് വെച്ചാൽ ഓൾക്ക് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവുണ്ടെങ്കിലും ഓളെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴും ഒരു കന്യക പെണ്ണ് തന്നെ ആയിരിക്കും. എന്നാലും എനിക്ക് ആകപ്പാടെ പേടി. മോനെ ശ്രദ്ധിക്കണം കേട്ടോ മോളെ. ആ പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയതാ ആ ഉമ്മ അവരെ യാത്ര അയച്ചു. അന്ന് തൻ്റെ ഭർത്താവിൻ്റെ കാറിൽ കയറി അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവളുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. ഇക്ക, ആ ബുഷി, ഇക്ക എപ്പോഴും ഡ്യൂട്ടി കഴിയാം? എനിക്ക് ചിലപ്പോൾ തിരക്കിനനുസരിച്ച് നോക്കാം. പിന്നെ നീയാവുമ്പോൾ ഈവനിങ് വരെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ അതാ അവർ ഹോസ്പിറ്റലിലെത്തി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ സിനാൻ ഡോക്ടറും അങ്ങോട്ടെത്തി. ഗുഡ് മോർണിംഗ്. കൃത്യസമയത്ത് ജോയിൻ ആയിട്ടുണ്ടല്ലോ. ശരിക്കും ബുഷിയുടെ മുഖത്തേക്ക് നോക്കി അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ സർ. എന്നാൽ അതാ നമ്മുടെ ബുഷിയുടെ ഹസ്ബൻഡ്, അദ്ദേഹം പെട്ടെന്ന് തന്നെ ബുഷിയോട് പറഞ്ഞു, ബുഷി, എനിക്ക് ടൈമായി എൻ്റെ ഡ്യൂട്ടിക്കുള്ള, അതായത് പേഷ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ സർജനല്ലേ, അപ്പോൾ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണം. നീ റൂമിലേക്ക് വരണോ അതോ ഇനി എന്താ ഇവിടെ ഇരിക്കേ? എന്താ, ഏതായാലും സിനാൻ സർ എത്തിയിട്ടുമില്ല. ഞാനിവിടെ ഇരുന്നോളേക്ക, നിങ്ങൾ കയറിക്കോളി. അങ്ങനെയതാ അദ്ദേഹം ആ തിയേറ്ററിനകത്തേക്ക് കയറി. ഇനി രക്ഷപ്പെടുന്നത് എപ്പോഴാണാവോ? അപ്പോഴാണ് സിനാന് വന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നേർക്ക്. ആ ബുഷി എന്ന് പറഞ്ഞ് അയാൾ അവളുടെ നേരെ ഒന്ന് കൈ നീട്ടി. ബുഷിക്ക് അത് തൊടാൻ അല്പം ഭയം തോന്നി. അതെ, ഒരു ഷെയ്ക്കാൻ. എന്താ ബുഷി, നീ ലോകത്തൊന്നല്ലേ? ഫ്രണ്ട്സുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒക്കെ ഒരു ഷെയ്ക്കാൻ്റെ അത് പതിവല്ലേ? അതെന്താ ഇത്രപ്പോൾ കൈവരിക്കാൻ? ഒന്നുമില്ല. അവൾക്ക് ഭയമായിരുന്നു. അതെ, ഒരു അന്യപുരുഷനെ തൊടുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബുഷി. എന്നാൽ ബുഷിയുടെ അടുത്ത് അതൊന്നും നടക്കില്ലെന്ന് മനസ്സിലായ ഡോക്ടർ പറഞ്ഞു, ബുഷി എന്നാൽ റൗണ്ടിങ്ങിന് പോവുക ഫസ്റ്റ് കേട്ടോ, നീ എൻ്റെ കൂടെ വാ. ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സുഖവിവരങ്ങളൊക്കെ ചോദിക്കും. അത് നീ എന്ത് വേണം, അതൊക്കെ എഴുതിയെടുക്കണം. ഓക്കെ,
പിന്നെ ഞാൻ ഇത്രയധികം ഒരു നേഴ്സിനും പറഞ്ഞു കൊടുക്കാറില്ല. നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നെ പഠിപ്പിക്കാനുമുണ്ട് മോളെ. അതായത് റൗണ്ടിങ്ങിന് പോകുന്ന സമയത്തായാലും എന്തൊക്കെ തന്നെയായാലും എൻ്റെ കൂടെ വേഗം വേഗം ഓടിയെത്തണം. പിന്നെ പെട്ടെന്ന് പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുവാനും ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പരിശോധിച്ച് അധികം കൂടുതൽ സമയം എനിക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വന്നിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ആ ഒരു സമയത്ത് കാര്യകാരണങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ അതിനനുസരിച്ചുള്ളതൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെയൊക്കെ അങ്ങോട്ട് സെറ്റാക്കലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇത്രയധികം പറഞ്ഞത്, ഞാൻ ആരെയും പറഞ്ഞ് പഠിപ്പിക്കാറില്ല. എന്നാൽ വരൂ, നീ എൻ്റെ പിന്നിൽ നടക്കണോ അതോ ഞാൻ നിൻ്റെ പിന്നിൽ നടക്കണോ? ശരിക്കും സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ബുഷി ഒന്ന് ഭയന്നു. സാറ് നടന്നോളി, ഞാൻ പിന്നാലെ വരാം. അങ്ങനെ അതാ സാറ് നടന്നു ഓരോ ഹോസ്പിറ്റൽ പേഷ്യൻറ്റിനെ കാണുവാൻ ചെല്ലുന്നു. പിന്നാലെ ബുഷി എന്താ പെണ്ണെ, ഒന്നുകൂടി സ്പീഡാവ്. അതെ, അവൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ശരിക്കൊന്ന് എഴുതാൻ കഴിഞ്ഞില്ല. അവൾ എന്തോ ഒരു മെഡിസിൻ്റെ പേര് എന്തോ എഴുതുന്ന സമയത്ത് അതല്പം തെറ്റി. എന്നാൽ ഡോക്ടർ തന്നെ അയാൾ തന്നെ അത് ബുഷിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ തെറ്റങ്ങ് തിരുത്തി കൊടുക്കുകയും ചെയ്തു. നോ ഡ്രഗ്സ്, ഓക്കെ. അങ്ങനെ റൗണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു തുടങ്ങി. അവൾക്ക് വേഗത്തിൽ എഴുതുവാനും ഡോക്ടറെ കൂടെ നടക്കുവാനും അല്പം പ്രയാസം തോന്നി. എങ്കിലും അയാൾ പറഞ്ഞു, എന്ത് പറ്റി ബേബി? എന്താ കുഴങ്ങിയോ? ഒന്ന് റെസ്റ്റ് എടുക്കണോ? എന്നവാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അതാ ആ ഒരു റെസ്റ്റ് റൂമിലേക്ക് ചെല്ലുന്നു. രണ്ടുപേരും മേശയ്ക്ക് അഭിമുഖമായി ഇരുന്നു. ബുഷി അയാൾ ഒരു വല്ലാത്ത ശബ്ദത്തോടെ വിളിച്ചു. ഓക്കെ അല്ലേ? ഭയമുണ്ടോ? എങ്ങനെയുണ്ട് ഡ്യൂട്ടിയിൽ ഫസ്റ്റ് ടൈം പ്രവേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ? ഒന്നുമില്ല, അത് ഒക്കെ ശരിയാവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പേടി. എന്തിനു പേടി? എൻ്റെ മുഖത്തേക്ക് നോക്ക്. എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിനക്ക് പേടിയുണ്ടോ? ഇല്ല. എന്നാൽ ഒന്നും കൂടെ നോക്ക് എൻ്റെ മുഖത്തേക്ക്. അയാളുടെ ആ കണ്ണുകളിലേക്ക് നോക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവൾ. എന്നാൽ ഒരു നോട്ടം നോക്കി പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി. സാർ, എനിക്ക് പേടിയാണ്. പേടിയോ? അങ്ങനെ അങ്ങ് പേടിച്ചാലോ? നീ ഒരു ആണിൻ്റെ കണ്ണ് കണ്ടിട്ടില്ലേ? ശരിക്കും അയാളുടെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ. സാർ, നമുക്ക് പുറത്തേക്ക് പോകാം. ഇവിടെ എന്താടി നിനക്കത്ര ഭയം? ഞാനല്ലേ ഇവിടെ? അല്ല, പെട്ടെന്ന് റൗണ്ടിങ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ ഇക്കയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം ബെസ്റ്റ്. അത് ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. എന്താ പറ്റില്ലേ? സാറേ, എൻ്റെ ഭർത്താവ് അവിടെയുണ്ട്. ഓന് വൈകുന്നേരം ഇറങ്ങിയെങ്കിലായി. അവൻ അങ്ങനത്തെ ചിന്താഗതിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് എന്തേ വെള്ളം കുടിച്ചെങ്കിൽ കുടിച്ച്. ഉച്ചഭക്ഷണമൊക്കെ അവൻ എവിടെ കഴിക്കണേ? അതിനൊന്നും അധികം ടൈം ഉണ്ടാവില്ല. എപ്പോഴും ഓരോ കേസുകളായിട്ട്. എന്തായാലും വേണ്ടില്ല, വാ നമുക്ക് തുടങ്ങാം. അങ്ങനെ അത് വീണ്ടും റൗണ്ടിങ്ങിന് വേണ്ടി പോയി. ബുഷി അയാൾ തിരിഞ്ഞു നോക്കി. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേണമെങ്കിൽ പറയണം കേട്ടോ. കുടിക്കാൻ വെള്ളം, ജ്യൂസ്, ഫുഡ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണം കേട്ടോ. നീ മറച്ചു വെക്കരുത്. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. എന്താ, എന്നോട് പറഞ്ഞൂടെ? അങ്ങനെ അതാ വീണ്ടും റൗണ്ടിങ് തുടങ്ങി. ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചറിഞ്ഞു. അവർക്ക് വേണ്ട ന്യൂ മെഡിസിൻസ് എഴുതി കൊടുത്തു. അങ്ങനെ ഓരോ റെക്കോർഡുകളും എഴുതി. ബുഷി അതാ സിനാൻ ഡോക്ടറുടെ പിന്നാലെ അങ്ങനെ നടക്കുകയാണ്. സമയം ഉച്ചയായി തുടങ്ങി. അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഓർമ്മ വന്നു. അദ്ദേഹത്തിന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടാവുമോ? സാർ, റൗണ്ടിങ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഞാൻ പോകട്ടെ? എങ്ങോട്ട്? എൻ്റെ ഇക്കയുടെ അടുത്തേക്ക്. ഇക്കയോ? മൂപ്പര് വൈകിട്ട് ഇറങ്ങും. ഈ സമയത്തൊന്നും ഡ്യൂട്ടിയുടെ തിരക്കായിരിക്കും. എത്ര പേഷ്യൻസാണ് ഇവിടെ ഉള്ളത്. ഒരിക്കലും ഇന്ന് 2 ഡോക്ടറോട് ഇല്ലാത്ത സ്ഥിതിക്ക് അവന് ഒഴിവേ ഉണ്ടാവില്ല. വാ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാൽ പിന്നെ 2 പേർക്ക് അത് മതിയല്ലോ അല്ലേ? അവൾക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇതിൽ ഇക്കാക്കുള്ള ഫുഡുണ്ട്. നിൻ്റെ ഇക്ക ഇനി എപ്പോൾ ഫുഡ് കഴിക്കാനാടി? ഇനി എപ്പോഴെങ്കിലും കഴിക്കുമോ?
വൈകുന്നേരം വെറുതെ സാധനം കേടുന്നു പോവും, നീ ഫുഡ് എടുക്ക്. അങ്ങനെ അവർ ഫുഡ് എടുത്തു. അവൾക്ക് മനമില്ല മനസ്സോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നീട്ടിയ ഫുഡ് ഡോക്ടർക്ക് നേരെ നീട്ടി. അവളുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. എന്താ നിനക്ക് ഞാൻ കഴിക്കുന്നത് ഇഷ്ടമല്ലേ, അതോ ഞാൻ പോണോ? വേണ്ട, എൻ്റെ ഇക്ക വരുമോ? ഇല്ല, ഈവനിങ്ങേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവളുടെ ഭർത്താവ് അവിടെ നിന്ന് വരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് അവിടെ പുറത്ത് ഉണ്ടാവുമല്ലോ, അവളുടെ അടുത്തേക്ക് ഓടി വന്നതാണ്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട് അവൻ ഞെട്ടി. അതെ, ആ ഗ്ലാസ്സിനുള്ളിലൂടെ ആ കാഴ്ച സിനാൻ ഡോക്ടറും തൻ്റെ ഭാര്യ ബുഷിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്തൊക്കെയോ അയാൾ അവളോട് പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ട അവൻ ഞെട്ടിപ്പോയി. ബുഷി, എന്നെ കൂടെ കാത്തുക്കാതെ നീ ഫുഡ് കഴിച്ചല്ലേ? എന്നാൽ ആ കാഴ്ച കണ്ട് അവൻ അങ്ങോട്ട് കയറി ചെന്നില്ല. പകരം ആ ഡോക്ടർ പതുക്കെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ചു. കാര്യം മറ്റൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, ഭക്ഷണത്തിന് വേണ്ടിയല്ല. എന്നാലും ബുഷി എന്നെ കാത്തു നിൽക്കാതെ അവർ രണ്ടുപേരും എത്ര ഹാപ്പി ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നന്നായിട്ട് വിശപ്പുണ്ട്, അപ്പോൾ തുടങ്ങിയ ഡ്യൂട്ടിയാണ്. എന്നാൽ അതിനിടയിൽ മറ്റേ ഡോക്ടറെ ഒന്ന് ഏൽപ്പിച്ച് ഞാനിപ്പോൾ വരാം, എൻ്റെ പെണ്ണിനെ ഫുഡ് കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് വന്നതാണ്. എന്നാൽ ഫുഡില്ല. അവർ രണ്ടുപേരും അതെടുത്ത് കഴിക്കുന്നു. കഴിച്ചോട്ടെ, കുഴപ്പമില്ല, ഫുഡ് വേണമെങ്കിൽ പുറത്തുനിന്നും കിട്ടും, പക്ഷെ അതല്ല. എന്നാലും എൻ്റെ ബുഷി, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർത്തത് പോലും ഇല്ലല്ലോ ബുഷി. അയാൾ ഒത്തിരി സങ്കടപ്പെട്ടു. അങ്ങനെ ആ ഡോക്ടർ പതുക്കെ പതുക്കെ ആ കാഴ്ച തിരിഞ്ഞു നോക്കിക്കൊണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയുള്ള ആ ഒരു വാഷ് ബേസിൽ നിന്ന് മുഖം നന്നായിട്ട് കഴുകി. അല്ലെങ്കിൽ കരഞ്ഞതാരെങ്കിലും കാണും എന്ന് കരുതി ദൂരെ നിന്നും ആ കാഴ്ച അവൻ കാണുന്നു. എന്നാൽ ഡോക്ടർ സിനാൻ എന്തൊക്കെയോ ചിരിച്ച് കളിച്ച് പറഞ്ഞുകൊണ്ട് അവളോട് എന്തൊക്കെയോ പറയുന്നു. അവൾ ചിലതിനൊക്കെ മറുപടി കൊടുക്കുന്നു. അതെല്ലാം ശരിക്കും ഡോക്ടർ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാത്ത വിഷമായി. റബ്ബേ, അല്ലാ, എനിക്കെൻ്റെ ബുഷിക്കൊന്നും കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ ഉള്ളിനുള്ളിൽ സ്നേഹമുണ്ട്, അത് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതെ, പക്ഷേ ആ ഒരു സ്നേഹത്തിലേക്ക് മറ്റൊരുത്തൻ കടന്നു വരികയാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ എൻ്റെ തോന്നലായിരിക്കും. ഞാനിപ്പോൾ എന്താ അതൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെ ഒരിക്കലുമില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷെ നിയന്ത്രിക്കാൻ കഴിയണില്ല സാറ്. ഡോക്ടർ നേരെ ബാത്റൂമിൽ കയറുന്നു. അവിടെ ചെന്ന് പൊട്ടി പൊട്ടി കരയുന്നു. ബുഷി, കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിന്നൊരാൾ കൊഞ്ചിക്കുന്നതും നിന്നൊരാൾ സംസാരിക്കുന്നതും അതെനിക്ക് എൻ്റെ മനസ്സിനൊരു പ്രയാസമാണ് മോളെ അത് കാണുന്നത്. ബുഷി, എന്നോട് ക്ഷമിക്കണം. അപ്പോഴും അദ്ദേഹം വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.